ഉപവാസത്തിൻ്റെ ഈ 40ാമത്തെ ദിവസമാണിന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ദർശനം ഒരു തീജ്വാല പോലെയുള്ള കണ്ണും, പിന്നീട് വിജനമായ ഒരു രാത്രിയുടെ ഒരു സന്ധ്യയിലുള്ള ഒരു വഴിയാണ്, വലിയൊരു വഴിയാണ്. അത് ഈ ചാമ്പലിൻ്റെ കളറാണ് ആ സ്ഥലത്തിന്, ബിക്കോസ് എല്ലാം സ്കാറ്റേഡാണ്. ഈ സ്ഥലത്തേക്ക് ഒരു പ്രവാചകനെയും ഒരു പ്രവാചകയെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൻ്റെ ആത്മഭാരത്തോടു കൂടിയ, ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ചുമക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ദൈവമക്കളെയാണ് ദൈവത്തിന് ആവശ്യം. സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളെ പറഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയോ പ്രവചനത്തിന് വേണ്ടി ഓടുകയോ ഒന്നുമല്ല. ആ സത്യം നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലിനെ 2010 മാർച്ച് മുതൽ 2025 മാർച്ച് വരെയും 15 ഇയേഴ്സ് സഹോദരി എന്നുള്ള ഒരു ജേർണിയിലൂടെ ദൈവം എന്നെ കൊണ്ടുപോയി. 2015 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ആമേ ഒരു പാസ്റ്റർഷിപ്പിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നു. അത് ദൈവം തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതാണെല്ലാം. 9 മാസക്കാലം ആമേൻ അണ്ടർനീത്തിലൂടെ എന്നെ കൊണ്ടുപോയി. ഒഴുക്കുകളിലൂടെ പലരാലും പൗലോസ് പറഞ്ഞതുപോലെ കുത്തും നോവും ആമേൻ ഉറക്കമുളപ്പും എന്താ പറയുക, ആ 2 കൊരിന്ത്യർ ലേഖനം 6 പറയുന്നത് പോലെ സഹോദരങ്ങളാലുള്ള വേദന, പുറത്തുനിന്നുള്ളത് അകത്തുനിന്നുള്ളത്, ഏറ്റുനോവ്, എല്ലാത്തിലൂടെയും കർത്താവ് 9 മാസം കടന്നുപോയി. കർത്താവ് അറിയിച്ച ആ സത്യത്തെ പുറത്തേക്ക് പറയുവാൻ വായടപ്പിക്കത്തക്ക രീതിയിലുള്ള, നമ്മളെ നിന്ദിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി. പക്ഷേ ഇത് കർത്താവ് നമ്മളെ കൈ തന്നതായതുകൊണ്ട് നമ്മൾ അവൈലബിൾ ആയാൽ മാത്രം മതിയായിരുന്നു. സ്തോത്രം. ബിക്കോസ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൗലോസിനെയോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മോശയോ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. സിറ്റുവേഷൻസും വേയും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ അവൻ്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. നമ്മൾക്ക് 21 ദിവസം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ തന്നൊരു ദർശനമാണ്, ഗ്ലോബിനെ പിശാച് അലർന്ന സിംഹം പോലെ വിഴുങ്ങാൻ വരുന്നു, പക്ഷെ അവിടെ കവർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് നമ്മുടെ സഭയെ. അതുകൊണ്ട് അവന് വിഴുങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ എന്നെ ഏൽപ്പിച്ച ആ ഞാറുകളെ എനിക്ക് വളർത്തിയാൽ മതി. ഞാനല്ല വളർത്തുന്നത്, എൻ്റെ ഇഷ്ടത്തിനുമല്ല, എന്നെയുമല്ല ഞാൻ നോക്കിക്കുന്നത്, കർത്താവിലേക്ക് അവരെ നോക്കിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ മെസ്സേജ് ഇന്ന് രാവിലെ കർത്താവ് തന്ന ആ ദർശനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഈ ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ എൻ്റെ 50 വയസ്സാവുകയാണ് ഇന്ന് രാത്രിയിൽ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അമേസിംഗ് ആണ് കർത്താവിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ. ഞാൻ പണ്ട് തൊട്ടേ ആഗ്രഹിച്ചതാണ്, ദൈവമേ എൻ്റെ മുടിയെല്ലാം അങ്ങ് വെളുത്തിരുന്നെങ്കിൽ, ഒത്തിരി അങ്ങ് പ്രായമായിരുന്നെങ്കിൽ, കാരണം ഈ ചെറുപ്പക്കാരിയായിട്ടിരുന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കേൾക്കത്തില്ല എന്നൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഹിസ് ജേർണി ഈസ് വെരി അമേസിംഗ് ആണ്. 50 വയസ്സ് വരെയും കർത്താവ് നടത്തിയ വിധങ്ങൾ, ആ ഫാസ്റ്റിംഗ് അവിടേക്ക് വരുന്നത്, ആ 9 മാസം ഒരു ബേബി ഡെലിവർ ആകുന്നത് പോലെ പ്രഗ്നൻസി ഡെലിവർ ആകുന്നത് ഇല്ലേ, അതൊക്കെ ഞാൻ അനുഭവിക്കുകയാണ്. ഈ ബാൽക്കണി ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഞാനിങ്ങനെ അയവിറക്കുമ്പോൾ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാവിലെ തന്ന ദർശനത്തിലേക്ക് എസെക്കിയേൽ 37 അതിനെ കണക്ട് ചെയ്യുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. നിങ്ങൾ ഓരോ വാക്കും വളരെ ശ്രദ്ധിക്കണം. യഹോവയുടെ സർവശക്തൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഹിസ് പവർ എൻ്റെ മേൽ വന്നു, അധികാരം. യഹോവയുടെ ആത്മാവിൽ അവൻ്റെ പവറിൽ, അവൻ്റെ വില്ലിൽ, അവൻ്റെ സ്പിരിറ്റിൽ എന്നെ എന്ന് പറഞ്ഞാൽ എസെക്കിയേലിനെ പുറപ്പെടുവിച്ചു. ഇരുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് ഉണർത്തി അടുത്തൊരു തലത്തിലേക്ക് കയറ്റി. ഹുറബാലബ ശബ്ദരെ പുറപ്പെടുവിച്ചിട്ട് മൈറ്റിയായിട്ടുള്ള രാജസിംഹാസനത്തിലേക്കല്ല കൊണ്ടുപോയത്, താഴ്വരയിലേക്കാണ് കൊണ്ടുപോയത്. ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് എടുത്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശു കർത്താവിനെ മൈറ്റി കിങ്ഡത്തിലേക്കല്ല നയിച്ചത്, താഴ്വരയിലേക്കാണ് നയിച്ചത്, വിൽഡർനെസ്സിലേക്കാണ് നയിച്ചത്. സ്തോത്രം. അപ്പോൾ താഴ്വരയുടെ നടുവിൽ നിർത്തി, അവിടെ നിർത്തി, നടുവിൽ ഒറ്റയ്ക്ക് നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇറ്റ് വാസ് സ്കാറ്റേഡ്. നമ്മളിന്ന് കണ്ടതുപോലെ തന്നെ വിജനമാണ്. ഒന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. നീതി ലഭിക്കത്തില്ലെന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. സത്യത്തിന് ഒരു വിലയുമില്ല. ആമേൻ. അവനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി
ചുറ്റി നടക്കുമാറാക്കി. ഒരു വിഷയത്തിൻ്റെ അകത്തൂടെ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഒരു ചോസനെ, ഒരു പ്രവാചികയെ, ഒരു പ്രവാചകനെ ചുറ്റി നടത്തി. ഓക്കെ, നടക്കുമാറാക്കിയെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോ. ആ ഫ്ലഷിലിരിക്കുന്ന എസെക്കിയേലിനെ ഇങ്ങനെ ചുറ്റി ഒരു താഴ്വരയിലൂടെ നടത്തിയാൽ അദ്ദേഹം ഫ്ലാറ്റ് ആകും. പക്ഷേ ഇത് ആത്മാവിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ സ്കാറ്റേഡ് ആയിട്ടുള്ള സ്ഥലത്തൂടെ ചുറ്റി ഇത്രയും ഭയാനകമായൊരു ഇമേജിലൂടെ എസെക്കിയേലിനെ ചുറ്റി നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരുടെ കയ്യാ നിൽക്കുന്നത്? കൂടെ യഹോവയുടെ കയ്യാ കൂടെ നിൽക്കുന്നത്. എന്നിട്ട് അവനെ ആത്മാവിൽ ആ സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് ചുറ്റി നടത്തുവാണ്. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. ഇറ്റ് വാസ് ടു മച്ച്. അത് ഭയങ്കരമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഏറ്റവും എന്നുള്ളതെടുത്ത് ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇതിലോട്ട് കൊണ്ടുവരരുത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ കൊണ്ടുവരും, അയ്യോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആത്മാവ് എത്ര ഉണങ്ങിയിരിക്കുന്നു. ഒന്നിൽ നിൽക്കരുത്. ദൈവത്തിൻ്റെ ആത്മഭാരമായിട്ട് നിങ്ങളിത് എടുക്കാവൂ. ആമേൻ. ലോകത്തിൻ്റെ ജനം ഉണങ്ങിയിരിക്കുകയാണ്, ഏറ്റവും ഉണങ്ങിയിരിക്കുകയാണ്. അവൻ എന്നോട്, അതാണ് ഇമ്പോർട്ടൻ്റ്, അവൻ എന്നോട് പറയണം. മനുഷ്യപുത്ര എന്ന് പറയുന്നത് എസെക്കിയേലിനെയാണ്. ഓക്കെ, നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. മനുഷ്യപുത്ര എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എസെക്കിയേലിനെയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളോടും ചോദിക്കുകയാണ് ദൈവം ഇന്ന്. ഈ ലോകത്തിൽ നെഗറ്റീവ് കാണുമ്പോൾ, ഇമ്പോസിബിളായിട്ട് സഭകളെ കാണുമ്പോൾ, വ്യക്തികളെ കാണുമ്പോൾ, സഭയിലും പുറത്തും നിങ്ങൾ ഇമ്പോസിബിളായിട്ട്, നിങ്ങൾ സ്റ്റില്ലായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, യഹോവയായ ചോദിച്ചു, അതിനെ ഞാൻ ജീവിക്കുമോ എന്ന് ചോദിച്ചു. നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും എനിക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുമോ? ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്, പക്ഷേ അവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാൻ യഹോവയോട്, യഹോവയായ കർത്താവേ, ഞാൻ പറയാണ്, എൻ്റെ വേഴ്സ് ഇതാണ്, എനിക്കിത്രേ അറിയത്തുള്ളൂ പറയാനായിട്ട്. ഞാനൊരു ഹ്യൂമനാണ്. ഞാൻ പറയാണ്, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. എനിക്കിതൊന്നും അറിയത്തില്ല, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. ഓക്കെ, അപ്പോൾ പറയാണ്, അവൻ എന്നോട് കൽപ്പിച്ചത്. ഇറ്റ്സ് എ കമാൻഡ്, ഇറ്റ്സ് എ പുഷ്. അതോറിറ്റിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, പവറിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും ഈ കൃപയില്ലാത്തവരോട് കൂടി സംസാരിക്കാനേ പോകരുത്. നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ നടക്കുകയേ ചെയ്യരുത്. ഇനിയുള്ള ലീഡർഷിപ്പിലേക്ക് വരേണ്ടവർ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. എനിത്തിങ് ഈസ് ദെയർ, യു സ്പീക്ക് ടു മീ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ ആ കറക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. മറ്റുള്ളവർ നിങ്ങളെ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു തരും, അയ്യോ എന്ന് പറഞ്ഞ്. അങ്ങനെയാണല്ലോ ഇതുവരെ സംഭവിച്ചത്. നീ അങ്ങനെ ആകരുത്. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് പ്രാപിച്ചെടുത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. യഹോവയായ കർത്താവ് ഈ ഉണങ്ങിയ അസ്ഥികളെ, 4-ാം വാക്യം, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്. നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒറ്റ കാര്യം മാത്രമാണ്. ഒന്ന്, നീ അവൈലബിൾ ആയിരുന്നു, അപ്പോഴാണ് നിന്നെ ആത്മാവിന് ഗൈഡ് ചെയ്യാൻ പറ്റിയത്. രണ്ടാമത്തെ കാര്യം, നീ പ്രവചിക്കണം, നീ കൽപ്പിക്കണം. ഓക്കെ, നിന്റെ വായ് കൊണ്ട് അത് പ്രസ്താവിക്കണം. എന്താണ്? ഹൃദയം നിറഞ്ഞു തുളുമ്പിയെങ്കിലല്ലേ വായ പ്രസ്താവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ എന്തുണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം ഹൃദയത്തിൽ. ആ സത്യം അരക്കി കെട്ടിയാൽ മാത്രമേ വിശ്വാസത്തിൽ പ്രൊക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നീ പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഉണങ്ങിയ അസ്ഥികളോട് അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത്? വചനമാണ് പറയേണ്ടത്. വചനം എങ്ങനെ വരുന്ന വചനമാണ്? ഇവിടെ ചുമ്മാതിരുന്നുകൊണ്ട് ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങളിപ്പോൾ ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയിലേക്ക് പോയി അവിടെ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറയാണ്, ഒരു ഗ്രൂപ്പിലെല്ലാം നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഉണങ്ങിയ അസ്ഥികളെ എല്ലാവരും എഴുന്നേൽപ്പെന്ന് പറയാം. അവിടെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അൺടിൽ അൺലെസ് നിൻ്റെ അകത്ത് റേമയാകാത്ത ഒരു വചനവും നീ ക്ലെയിം ചെയ്താൽ അതിലൊന്നും സംഭവിക്കത്തില്ല. നിൻ്റെ അകത്ത് വിശ്വാസത്തിൽ വന്ന, നിന്നോട് ഇടപെട്ട, നിൻ്റെ ഹൃദയത്തിൽ കത്തി ജ്വലിച്ച വചനം നീ പ്രസ്താവിക്കുമ്പോൾ അത് റേമയായ ജീവനായി അവരിലേക്കത് ശ്വാസം വയ്ക്കാനിടയാകും. ഹല്ലേലൂയ. അതിനാണ് ഒറ്റയ്ക്ക് നടക്കാൻ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം.
നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണം. ആമേൻ. സ്വർഗരാജ്യത്തെ അനുഭവിക്കണം. ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ്, ഗോഡ് ഈസ് ഗുഡ് എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. യെസ്. അടുത്തത്, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇത് എൻ്റെ വേർഡ് അല്ലെന്ന്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നത്. അവിടെ പറയാണ്, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന്. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. എസെക്കിയേൽ ശ്വാസം വരുത്തും എന്നാണോ പറയുന്നത്? എന്തോ പ്രസ്താവിക്കുന്നേ? എസെക്കിയേൽ ഇവിടെ പാത്രം മാത്രമേ ഉള്ളൂ. മെയിൻ ആരാണ്? യഹോവയായ ദൈവമാണ്. ഇവിടെയാണ് നമ്മുടെ പാസ്റ്റേഴ്സിനും ബിലീവേഴ്സിനും തെറ്റുപറ്റിയത്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു നമുക്കൊരു തോന്നൽ വന്നു. നമ്മളിവിടെ ഡെഡാണ്. അക്കോർഡിംഗ് ടു വേർഡ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ ക്രൂശിൻ്റെ വചനത്തിൽ നമ്മൾ മരിച്ചുവെങ്കിൽ നമ്മൾ എന്നും മരിച്ചവരാണ്, ആത്മാവിൽ ജീവിക്കുന്നവരാണ്. അല്ലാത്തവരാണ് ഈ ബഹളം വയ്ക്കുന്നത്, കാക്കയെ പോലെ. ഓക്കെ, ഇവിടെ പറയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു ജീവനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എവിടെയൊക്കെയോ എല്ലാം സ്കാറ്റേഡ് ആയിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഇനി ആവശ്യമുള്ളത് കാറോ ബിൽഡിങ്ങോ ഒന്നും അല്ല. ഇവിടെ ജീവനാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. ലൈഫാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ പറയുന്നു 7-ാം വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. നമ്മളെല്ലാം ചെയ്യേണ്ടത് എന്താണ്? കൽപ്പിച്ചത് മാത്രമേ പറയാവൂ, പ്രവചിക്കാവൂ. ആഡ് ഓൺ ചെയ്യരുത് നമ്മളാരും. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ 15 വർഷം എടുക്കും. 60 വർഷമാണ് ഹന്ന ആലയത്തിലിരുന്ന് പ്രവചിച്ചു കൊണ്ടിരുന്നത്. 60 വർഷത്തിൽ കൂടുതലെന്നാ. അവർ 84 വയസ്സുണ്ട് അവർക്ക്. അപ്പം അക്കോർഡിംഗ് ടു അന്നത്തെ ടൈമിൽ ഒരു 14 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ സ്ത്രീകൾ കല്യാണം കഴിച്ചിരിക്കും. സ്റ്റാർട്ടിങ് അവരുടെ അപ്പോഴങ്ങനെയാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ 84 വയസ്സെന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമുക്ക് 70 വയസ്സ് അങ്ങനെ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അവർ കുറച്ച് നാൾ ഹസ്ബൻഡിനോട് ഇപ്പം ജീവിച്ചു, ഒരു 60+ നമ്മൾ കൂട്ടുക. അത്രയും വർഷം അന്ന കാത്തിരുന്നെങ്കിൽ നമ്മളാരെങ്കിലും കാത്തിരുന്നോ ഇങ്ങനെ? ഞാനിപ്പം 17-ാമത്തെ വർഷമേ ഉള്ളൂ, എന്നിട്ടും എൻ്റെ പെപ്പറാളം എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. അപ്പം വർഷം നമ്മൾ യോസഫിനെ പറയും എത്ര വർഷമെന്ന്, പിന്നെ ഏറ്റവും കൂടി പോയ അബ്രഹാമിനെ പറയും 25 വർഷം എന്ന് പറയും. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ വർഷം ഹന്നായിക്കുണ്ട്. ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം തീരുവാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ അല്ലാന്ന് നമ്മുടെ ഫുൾഫിൽമെൻറ്റ് കർത്താവിനോട് കൂടെയാണെന്ന്. ഒടുക്കത്തെ നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തുമെന്നുള്ള പ്രോമിസേ ഉള്ളൂ റാണിക്കിനി. ഒന്നിലും നീ സന്തോഷിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേരുകൾ, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നതിനെ ഓർത്താ നീ സന്തോഷിക്കണം. അല്ലാതെ നിനക്കിവിടെ സന്തോഷിക്കാനൊന്നുമേ ഇല്ല. നീ ഇപ്പോൾ ഒരു മരണത്തെ ഉയർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും നിന്നെക്കുറിച്ചൊരു വലിയ അപശ്രുതി നീ കേൾക്കുന്നത്. അവിടെ നീ ഡിസപ്പോയിൻ്റ് ആകും ചിലപ്പോൾ. കാരണം ഇവിടെ സന്തോഷിക്കാനൊന്നുമില്ല. അപ്പോൾ അവർ പറയും, കറണ്ട് വഴി അയാൾ പൈസ കൊടുത്തിട്ട് അയാളെ ചാവിപ്പിച്ചു, പിന്നെ ഡോക്ടറിനോട് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരാൻ. യഥാർത്ഥത്തിൽ മരിച്ചതിനെ ഒരിപ്പിച്ചതായിരിക്കും നിങ്ങൾ. പക്ഷേ അവിടെ കുറച്ച് കുരുട്ടുകുത്തികൾ വന്ന് പറയും, ലവരാണ്. അത് യശോദ സിസ്റ്ററിൻ്റെ മോളായിരുന്നു, ഡോക്ടറല്ലേ, അവളോട് നേരത്തെ പറഞ്ഞായിരുന്നു സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കണേന്ന്. എന്ത് വേണേലും പറഞ്ഞൂടെ നമുക്ക്, അല്ലേ? ഡോക്ടറിനെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണെന്ന് വരെ പറഞ്ഞുകൊണ്ട്. നമ്മളാണ് ജീവിപ്പിച്ചതെന്ന്, കർത്താവാണ് അവരെ ജീവിപ്പിച്ചതെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കൂട്ടം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സ്കാറ്റേഡായി പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രം ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക, അല്ലാത്തതിലൊന്നും നിങ്ങൾ സന്തോഷിക്കരുത്. അതൊക്കെ എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി, ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതിലൊന്നും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ ഫേമസ് ആക്കാൻ ആളുകൾ വരും. ഡോണ്ട് ഗോ ബിഹൈൻഡ് ദാറ്റ്. ഓക്കെ, ഇനി 7-ാമത്തെ വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3-4 പ്രാവശ്യം പറഞ്ഞാട്ടെ, പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ അതിനൊരു ടൈമിംഗ് ഇല്ലെന്ന്. അവിടെ പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് മാത്രം നമ്മൾ ചെയ്താൽ മതി. യഹോവയാം ദൈവം പറഞ്ഞത് മാത്രം പ്രവചിച്ചു കൊണ്ടിരിക്കുക. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, ആ മുഴക്കം വന്നു. പ്രവചനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഭൗതികമായ ഒരു പ്രവൃത്തി അല്ല ഇത് സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്ന സംഭവമാണ്. ഞാനൊരു മുഴക്കം കേട്ടു എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടായതിനെ കാണുകയാണ് ഞാൻ. ആദ്യം കേൾക്കുന്നു, പിന്നെ റിയാലിറ്റിയിലേക്ക് അത് കാണുകയാണ്. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി. ദെൻ അഗെയിൻ ഐ ആം സീയിങ്, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. നമ്മുടെ പ്രവാചകന്മാരും പ്രവാചകർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്, നമ്മൾ അവിടെ അങ്ങ് സന്തോഷിക്കും. ഞാൻ എന്തോ കേട്ടു, ഞാനെന്തോ കണ്ടു, ഞാനെന്തോ എല്ലാം പൊതിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ അതിനകത്ത് ജീവനില്ല, അതറിയുന്നില്ല. ഹല്ലേലൂയ. അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ ത്വക്ക് പൊതിഞ്ഞതും ഞാൻ കണ്ടു. ഇവിടെ നമ്മളങ്ങ് സ്റ്റില്ലാവുക. പക്ഷെ ഹന്ന അവിടെ സ്റ്റില്ലായില്ല. ഹന്ന അത് കണ്ടിട്ടേ പോത്തോളം അവൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവസാനം വരെ അവൾ വിശ്വസിച്ചു. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായത്തില് അവസാനം വരെ അവൾ പറഞ്ഞു, എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ക്രൈസ്റ്റ്. അവൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ആ ബ്ലാങ്ക് വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ആഡ് ഓൺ ചെയ്യാതെ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കട്ടെ. അതായിരിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞത് കണ്ടു. എന്നാൽ എന്നാൽ എന്നുള്ളത് നിങ്ങൾ കളർ ചെയ്യണം. എന്നാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലുള്ള 5 വൻകരകളിൽ അല്ലെങ്കിൽ 7 വൻകരകളും എടുത്തോ. ഇനി 7 പറയാം നമുക്ക്. കാരണം ഇനി ഐസിനകത്തും ചിലപ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. 7 വൻകരകളിലും ഉള്ള ദൈവദാസന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും മിസ്റ്റേക്കാണിത്. ഇത്രയും കണ്ടപ്പോൾ അവർ സ്റ്റില്ലായി ഓടാൻ തുടങ്ങി. പക്ഷെ ദൈവം ചിലതിനെ അപ്പോയിന്റ് ചെയ്തതിനെ ഓടിച്ചു മടക്കി ഒരിടത്ത് ഗ്യാസ് ഊറ്റി പോലെ അടച്ചൊതുക്കി എടുത്ത് വെക്കും. എന്തിനായിട്ട് അവിടെ നീ ഓടണ്ട, കുറച്ചുകൂടെ ഉണ്ട് എന്തുവാ. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മൾ ഓടും, പക്ഷേ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്തൊന്നും അവിടെ പ്രതിഫലമില്ലെന്ന്. സ്തോത്രം. ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്. കാരണം അവിടെ എസെക്കിയേൽ റിയലായിട്ടും കാണുകയാണ്. എല്ലാം കണ്ടു, പക്ഷേ ഇത് കണ്ടില്ല. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അകത്തൊരു ചേഞ്ചസ് ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട് എന്തുവാ, അസ്ഥിയോട് വന്ന് ചേരുന്നു. അതൊന്നും ഇമാജിൻ ചെയ്ത് അസ്ഥികളിൽ കിടക്കുന്നെങ്കിൽ നിങ്ങൾ പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം കൂടെ ഒന്ന് ചേർന്നു, എല്ലാം ശരീരമായി മാറി. ത്വക്ക് വന്നു, ഞരമ്പ് വന്നു, ബ്ലഡ് വന്നു. എല്ലാം ബ്ലഡ് വന്നില്ല, ഞരമ്പെല്ലാമായി. പക്ഷെ അതിനകത്ത് ജീവൻ വന്നില്ല. ജീവൻ എവിടെയായിരിക്കുന്നത്? രക്തത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ജീവൻ അവിടേക്ക് വന്നില്ല. ജീവൻ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ അനങ്ങാൻ തുടങ്ങും. കാരണം ബോഡി അതുവരെ അനങ്ങിയില്ല എന്ന്. എവിടെ അനക്കം വരുന്നത്? എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്ര. ഇനിയും നീ പ്രവചിക്ക്. ഇനി നീ കാറ്റിനോട് പ്രവചിക്ക്. കാറ്റെന്ന് പറഞ്ഞാൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു പ്രസ്ഥാനവും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ആരുമേ ഇല്ല സപ്പോർട്ടിനായിട്ട്. കാറ്റിനെ നമ്മൾ പറയില്ലേ, കാറ്റി പറത്തിയതുപോലെയുള്ളത്. കാറ്റിൽ പോയൊരു സാധനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു പൗഡർ എടുത്തിട്ട് ഇങ്ങനെ ഫൂന്നാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ പറഞ്ഞാൽ തിരിച്ചു വരുമോ? ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന പൗഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയുണ്ടെന്ന്. ഊതിക്കളഞ്ഞ സാധനം. നിങ്ങൾ കാറ്റെന്ന് പറഞ്ഞാൽ നത്തിങ്. ഉണ്ടാക്കിയ സൃഷ്ടാവിനോടാണ് അവർ പ്രവചിക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ ആ അധികാരത്തിൽ പ്രവചിക്കുകയാണ്. നത്തിങ്. വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞതിനനുസരിച്ച് അങ്ങ് ബ്ലാങ്ക് ഫെയ്ത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവചിക്കുകയാണ്. കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്ര. നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വീണ്ടും പറയാണ്, യഹോവയായ കർത്താവ്. എസെക്കിയേലല്ല ഇവിടെ പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവയിൽ മേൽ ഊതുക. ഇപ്പോൾ അവർ നിഹിതന്മാരാണ്, പക്ഷെ അവർക്ക് ജീവൻ വരണമെങ്കിൽ നീ അവരിലേക്ക് ജീവശ്വാസം ഊതണമെന്ന് അവൻ എന്നോട് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ? ദൈവത്തിന് ഡയറക്റ്റ് അങ്ങ് ശ്വാസം കൊടുത്താൽ പോരായിരുന്നു. അപ്പോൾ ഈ എസെക്കിയേലിനെ ഇട്ടിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഒരു പ്രോഫറ്റിൻ്റെ ആവശ്യമുള്ളത്. പലരും
ഈ എൻ്റെ 17 years ജേർണിയിൽ ചോസൻസിനോട് ഇന്ന് നിങ്ങൾ കണ്ടവരൊന്നും അല്ല, അതിന് മുമ്പ് 17 വർഷമായിട്ട് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ A1 ഡേ തൊട്ടേ മൈറ്റി ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ ആരെയും കൂട്ടുപിടിച്ചില്ല. അതാണ് എനിക്ക് തന്നൊരു ബെനിഫിറ്റ് കർത്താവ്. കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാണെന്ന് എനിക്ക് പറയാമായിരുന്നു. ഒറ്റ ഒന്നത്തിനെ കൂട്ടുകാർ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. പക്ഷേ അവിടെ സ്തോത്രം, അവിടെയാണ് നമ്മളെ ഓരോരുത്തരെയും ആവശ്യമായിരിക്കുന്നത്. പ്രവാചകന്മാരെയും പ്രവാചികളെയും ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങ് കൊടുക്കാമായിരുന്നു. നമ്മൾ ഓരോരുത്തരെയും അവൈലബിൾ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിഹിതൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രസ്താവിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഹല്ലേലൂയ. ഇറ്റ് ഈസ് പോസിബിൾ എന്ന് ദൈവം പറയുകയാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയമല്ല പറയുന്നത്. നിങ്ങൾ അവിടെ നിൽക്കരുത്. ആമേൻ. നിങ്ങൾ ഒരു ലോകത്തിന് വേണ്ടി നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഒരു അസൈൻമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ആമേൻ. ഒരു ഫയൽ നിങ്ങളുടെ കയ്യിൽ കൈമാറുകയാണ്. യു ഹാവ് എ ഗ്രേറ്റ് മിനിസ്ട്രി വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് നിങ്ങളുടെ പ്രശ്നവുമല്ല. നിങ്ങളൊരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കി കാര്യം കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഓടുക. ദാറ്റ് ഈസ് പാസ്റ്റർ റാണി ആൻ്റണി രാജ്. ഞാൻ ഒരിക്കൽ പോലും കർത്താവിനോട് പറഞ്ഞു, കർത്താവിനോട് സമയാസമയങ്ങളിൽ പ്രവചിക്കാറുണ്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ഫാമിലി എന്ന്. ഞാൻ അതിന് സ്തോത്രം ചെയ്തിട്ട് ഞാൻ പറയും, ഓക്കെ ഡാഡി, ഓക്കെ ഞാൻ പോവാണ്, ബിസിയാണ്, ഞാൻ പോവാം മുമ്പോട്ട്. കർത്താവ് എന്നോട് കുടുംബത്തെക്കുറിച്ച് പറയും. ഞാൻ പറയും, ഓക്കെ യു ഡു റൈറ്റ് ടൈം, ഓക്കെ ഐ നോ ദാറ്റ് യു വിൽ ഡു. പക്ഷെ നീ തന്ന അസൈൻമെൻറ്റ് ഞാൻ ചെയ്തു തീർക്കണം. അതിനു വേണ്ടിയിട്ട് 2026 അനേക ദൈവദാസികളെ, പ്രവാചകന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. യു ആർ ദ വൺ എമംഗ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ വരാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ വെരി ടഫായിട്ടാണ് നിങ്ങളോട് ഈ 40 ഡേയ്സിലും ആയിരുന്നത്. ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കാൻ വന്നിട്ടില്ല, നിങ്ങളെ ഒന്നും സൂചിപ്പിക്കാനും വന്നിട്ടില്ല. ഐ വാസ് റഫ് ആൻഡ് ടഫ് വിത്ത് യു. കാരണം നിങ്ങൾ ഒടിഞ്ഞു മടങ്ങി നിങ്ങൾ തന്നെ ആ ലെവലിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. ബലാത്കാരികൾ ബലാത്കരണ അതിനെ പിടിച്ചടക്കുന്നു. ബട്ടറിങ് ചെയ്യുന്ന ഇഷ്ടം പോലുണ്ട്, പ്രവചനത്തിന് പുറകെ പോകുന്ന ഇഷ്ടം പോലുണ്ട്, ഗോസിപ്പ് ഇഷ്ടം പോലെയുണ്ട്. കമ്മലും മാല ഇടണമെന്ന് പറയുന്നവർ ഇടണ്ട, ഇറ്റലിലും കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. തലേ തുണി ഇടണമെന്ന് പറയുന്നുണ്ട്. യൂനിയോ പ്രവാചികയിലെന്ന്. നോ, ദിസ് 26 മിനിസ്ട്രീസ് ടേണിങ് ബാക്ക്. ആമേ. റിവേഴ്സിലേക്ക് വരികയാണ്. ഫസ്റ്റ് സെഞ്ച്വറി കർത്താവിൻ്റെ ക്രൂശീകരണ ശേഷം എന്താണോ ദൈവം ആഗ്രഹിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവ് 2026. അത് ജാതികളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ആമേ. വിശ്വാസികളുടെ ഇടയിൽ 2 കൂട്ടരിലും എഴുന്നേൽപ്പിക്കും. കാരണം നമ്മുടെ കണ്ണിനെ തുറക്കാൻ ദൈവമേ അവർക്കോ സുബോധം വന്ന് നമുക്ക് ഇതുവരെയും വന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേ. അടുത്ത പറയാണ്, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. നമ്മൾ കാണുമെന്ന് ദൈവം ജസ്റ്റ് പുകയിലൂടെ പോകുന്ന ദൈവമല്ല, അവൻ കാണിക്കും. ഇത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, നിശ്ചയമേ എന്ന് വിശ്വസിച്ചേ ഓരോ പ്രവൃത്തിക്കും ഇറങ്ങാവും. ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. ഇതെല്ലാം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളെല്ലാം നിങ്ങളുടെ ഇതിലൂടെ കയറി അങ്ങ് പൊയ്ക്കോ, കുഴപ്പമില്ല. ടേക്ക് ഇറ്റ് യുവർ പ്രോബ്ലം ഓൾസോ. അതിൻ്റെ അകത്തോട്ട് കയറ്റി നിങ്ങൾ ലോകത്തോടും കൂടെ ഇറങ്ങുവാന്നാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. നിങ്ങൾ സ്വദേശത്ത് പാർപ്പിക്കും. ദൈവത്തിൻ്റെ സ്വന്തം അവൻ ആഗ്രഹിച്ച ദേശത്ത് നിങ്ങളെ പാർപ്പിക്കും. നിങ്ങളോട് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ ആക്കും ദൈവം. യഹോവയായ ഞാൻ അരുളിച്ച് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളിപ്പാട്. ബാക്കിയുള്ളത് മില്ലേനിയത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ആമേൻ. കർത്താവിൻ്റെ 1000 വർഷം നടക്കുന്ന 24 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. മില്ലേനിയത്തിൽ 1000 ഇയേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ. പിന്നെ നമ്മൾ പുത്തൻ യെരൂശലേമിനെ കുറിച്ചുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായം 21-ാം അധ്യായമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ഇവിടെ
കർത്താവ് നിങ്ങളോട് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഭൗമികമായ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇറ്റ് വാസ് സ്കാറ്റേഡ്, അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. തുടക്കം തുടങ്ങി അതിൻ്റെ ഓരോ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ലോകം വെറുക്കുന്ന ഒരു രാജ്യം ഏതാണ്? ഇസ്രായേൽ. എന്തിനാണ് അവരെ ഭയക്കുന്നത്? ബിക്കോസ് ഹിസ് ഓൺ കൺട്രിയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇതാണ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല, എനിക്കൊരു യോഗ്യതയുമില്ല ദൈവമകളാകാനായിട്ട്. പക്ഷെ ദൈവം ആ ഒരു ചാൻസ് ക്രൂശീകരണത്തിലൂടെ എനിക്ക് നിങ്ങൾക്ക് നേടിത്തന്നുവെങ്കിൽ, നിങ്ങളെ സർക്കംസ്റ്റാൻസിലൂടെ ആയിരിക്കാം, നിങ്ങളെ വേദനയിലൂടെ ആയിരിക്കാം വിശ്വാസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. ചിലപ്പോൾ നിങ്ങൾ അവൻ്റെ ആ സ്നേഹത്തെ അറിഞ്ഞപ്പോഴായിരിക്കാം വിശ്വാസത്തിലേക്ക് വന്നത്. നിങ്ങളല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയായിരിക്കാം വിശ്വാസത്തിലേക്ക് വന്നു എങ്കിൽ, നിങ്ങൾ ഈ സത്യം അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ ക്രൂശ് ചുമക്കാൻ തയ്യാറാകണം. നിങ്ങൾ നിന്ദിക്കപ്പെടാനും പരിഹസിക്കപ്പെടാനും ഹ്യൂമിലിയേറ്റ് ആകാനും മറ്റുള്ളവരാൽ റിജക്റ്റഡ് ആകാനും നിങ്ങളെ തന്നെ, നിങ്ങളുടെ സോളിനെ വിട്ടുകൊടുക്കണം ദൈവത്തിന്. അൺടിൽ അൺലെസ് നിങ്ങൾ അങ്ങനെ ആകുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ചിരിക്കുമ്പോൾ കളിയാക്കുമ്പോൾ നെവർ ഗിവ് അപ്പ്. ഞാൻ പാനിക്കായിട്ടുണ്ട്, 3 ദിവസം ഞാൻ പാനിക്കായിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ മീഡിയയിൽ പ്രശ്നം വന്നപ്പോൾ ഞാൻ ആക്ഷൻ എടുത്തിട്ടുണ്ട്, 24 hours ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഹോളി സ്പിരിറ്റ് പറയും, എൻ്റെ ടീച്ചിങ്ങിൻ്റെ പ്രോസസ്സ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദിസ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം, യു ആർ ഡൈഡ്, യു ആർ നത്തിങ്. ഇനി നീയല്ല, യു ഹ്യൂമിലിയേറ്റ്. അതിനനുസരിച്ച് നമ്മുടെ ഫാമിലിയും കൂടെ ദൈവം കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭയങ്കര അമേസിങ്. അല്ലെങ്കിൽ മീഡിയയിൽ ഇങ്ങനെ എൻ്റെ പടം ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്ഷൻ എന്തായിരിക്കണ്ടായിരുന്നു അന്നത്തെ ദിവസം? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം എന്നെ സ്റ്റോപ്പ് ചെയ്തോ ഈ മിനിസ്റ്റർ ചെയ്യാനായിട്ട്? നോ. എന്നോട് കർത്താവ് പറയുമ്പോഴാണ് ഞാൻ മീഡിയയിൽ വരുന്നത്. ഇപ്പം ലൈവുകൾ ഇഷ്ടം പോലെ ചെയ്തു, മിഡ് നൈറ്റ് മീറ്റിംഗ് ചെയ്തു. അനേകർക്ക് സുഖമായിരുന്നു ഞാൻ മിഡ് നൈറ്റ് മീറ്റിംഗ് ടങ്സിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കർത്താവ് പറഞ്ഞു, നോ, സ്റ്റോപ്പ് ഇറ്റ്. നമ്മൾ പറയുമ്പോൾ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിശ്വാസികളുടെ ഇനിയാണ് നമ്മളുടെ കാര്യത്തിലേക്ക് കടങ്ങുന്നത്. 2026 നമ്മുടെ മിനിസ്ട്രിയുടെ, എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രിയുടെ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഇത്രയും നാൾ ലൂക്കോസ് വിശേഷം ആക്സ് ചാപ്റ്റർ 13:46 പറയുന്ന പോലെ, പത്രോസിൻ്റെ വചനത്തിൽ പറയുന്നു, അവിടെ അതുവരെയും ജാതികളിലേക്ക് തിരിഞ്ഞിട്ടില്ല പൗലോസ്, യഹൂദന്മാരുടെ ഇടയിലാണ്, ഇനി ജാതികളിലേക്ക് തിരിയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മിനിസ്ട്രി 2 ലെവലിലേക്കും പോവുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ 15 വർഷക്കാലം ദൈവം എന്നെ സംസാരിപ്പിച്ചു. അവരെയൊക്കെ ദൈവം ക്ലോസ് ചെയ്ത് വെച്ചു, ടൈറ്റ് ചെയ്ത് വെച്ചു. കാരണം അവരെന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്ലഷ് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പൊക്കി അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്ക് എന്നെ ഈ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ഐ നോ ദാറ്റ്. അവൻ്റെ ഇഷ്ടമേ സംഭവിക്കൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്കിക്കേ, നല്ല രീതിയിലുള്ള മിനിസ്ട്രി ഉണ്ട്, ദൈവഹിതമല്ലാത്ത മിനിസ്ട്രി ഉണ്ട്. പല മിനിസ്ട്രികൾ ലോകത്തിൽ നടക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും എന്നെ ആക്റ്റീവ് ആക്കാമായിരുന്നു. ഗാഡ് ഡിഡ് നോട്ട്. കാരണം അടുത്തത് ഇനി നമ്മൾ ജെൻറ്റൈൽസിലേക്ക് പോവുകയാണ്, ജാതികളിലേക്ക് തിരികെയാണ്. സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ സുവിശേഷം എത്തിക്കാൻ പോവുകയാണ്. പണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഒരു ബലഹീനമായ ഒരു ജാതിയിൽ നിന്നുള്ളൊരു സഹോദരി വരുമ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. നിങ്ങൾ അവരോട് സംസാരിക്കുക, സുവിശേഷം പറയുക. എനിക്ക് അത്രയും ഇങ്ങോട്ട് താഴാൻ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അപ്പൻ്റെ ആ ഒരു മനോഭാവത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. അപ്പൻ എപ്പോഴും ഇവിടെ വാടാ, ഇത് വാടാ, അങ്ങനെ. പക്ഷെ അമ്മയുടെ സ്വഭാവത്തിലേക്ക് എനിക്ക് വരാൻ ദൈവം അനുവദിച്ചില്ല, ദൈവം അനുവദിക്കാൻ. പക്ഷെ ഇപ്പോൾ എന്നെ ആ അമ്മയുടെ ഹൃദയവും കൂടെ എനിക്ക് തരികയാണ്. ആമേൻ. ഗോഡ് ഈസ് ടേണിങ്. അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തപ്പോൾ അവൻ്റെ ഇഷ്ടമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ജാതികളിലേക്ക് ഇറങ്ങി. ഇത്രയും നാൾ ഒരു ജാതികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ കെട്ടിപ്പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നല്ല, തോന്നിയിട്ടില്ലെന്നല്ല, അവരിലേക്ക് അത്രയും അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇറ്റ് ഈസ് റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെയെല്ലാം ഫോക്കസ് ചെയ്തത് എൻ്റെ മിനിസ്ട്രി സഹോദരന്മാരെ ബലപ്പെടുത്തുക എന്നുള്ളൊരു മിനിസ്ട്രി ആയിരുന്നു. അപ്പം ഞാൻ സഹോദരിമാരെയാണ് കെട്ടിപ്പിടിച്ച അത്രയും നാൾ. ഇനി 2 പേരയിലേക്കും പോവുകയാണ്, ജാതികളിലേക്ക് തിരിയുകയാണ്. ഇനി സുവിശേഷം അറിയാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് പോയി അവരെ ക്രിസ്തുവിൻ്റെ സത്യത്തെ അറിയിച്ച് അവരുടെ ഇടയിലേക്ക് ജീവൻ പകരുക എന്നുള്ളൊരു മിനിസ്ട്രിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 മിനിസ്ട്രിയുണ്ട്. ആമേൻ. 2 മിനിസ്ട്രിയും, പക്ഷേ മോർ ഫോക്കസിങ് ഈ സ്കാറ്റേഡ് ആയിട്ട്. അപ്പോൾ ഈ ദർശനം നിങ്ങൾക്ക് ഒന്ന് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. വാട്ട് വിൽ ബി ദ വിഷൻ്റെ, ആ ദർശനത്തിൻ്റെ അതിൻ്റെ
അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ കർത്താവ് ആഗ്രഹിച്ച അതിൻ്റെ റെവലേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ആ ജ്വലിക്കുന്ന കണ്ണെന്ന് പറയുന്നത് ഒരു പ്രവാചകനിലേക്ക് അവൻ്റെ ഐസിനെ ഷാർപ്പനിങ് ചെയ്യാണ്. നീ ഇതുവരെയും കാണാത്ത കാര്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? റിസീവ് ഇറ്റ് എവരി വൺ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കാരാഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും എന്നോട് സംസാരിച്ചിട്ടുണ്ട് വരാനായിട്ട്. പക്ഷേ എനിക്ക് എങ്ങും പോകാൻ പെർമിഷൻ ഇല്ല. ഞാനൊരു കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മീഡിയയിലൂടെ എനിക്ക് ദൈവം നിങ്ങളോട് പറയാൻ, ദൈവത്തിൻ്റെ നീതിയാണത്. എനിക്ക് വേണ്ടിയിട്ടാണ് സൂം തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ഇവിടെ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലുണ്ട് നിങ്ങളോട് പറയുകയാണ്, ആ ജ്വലിക്കുന്ന കണ്ണെന്ന് പറയുന്നത് ഒന്നും നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കണ്ടിട്ടുണ്ട്. അവൻ്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലായിരുന്നു. ദാറ്റ് ഈസ് ദെയർ. പക്ഷേ ആസ് എ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മളെ അത് കാണിക്കുന്നത് അവൻ്റെ കണ്ണുകൊണ്ട് ഇനി വ്യക്തിപരമായി ഓരോ വ്യക്തികളിലേക്കും ജാതികളിലേക്കും നമ്മൾ തിരിയുമ്പോൾ, അവരുടെ ശമരിയ സ്ത്രീയിലേക്ക് പോകുമ്പോൾ ശമരിയ സ്ത്രീയുടെ സിറ്റുവേഷനെ ഞാൻ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹൃദയം എന്താണ് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ ഡെപ്തിൽ നിന്ന് സത്യത്തിൻ്റെ ഡെപ്തിലേക്ക് നമ്മളെ അവരെ തിരിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പം ഒരു പ്രോഫറ്റിക്കൽ മിനിസ്ട്രിയിലേക്ക് നമ്മൾ ഇതുവരെയും പ്രവചിച്ചത് അമേൻ, ആ നാളെ നിനക്ക് വീട് കിട്ടും, നോട്ട് ദിസ് പ്രവചനം. ആ കറക്റ്റ് അവരെ അവിടെ നിന്നും ഇങ്ങോട്ട് എഴുന്നേൽപ്പിക്കുന്ന പ്രവാചികളെയും പ്രവാചകന്മാരെയാണ് ഈ ദൈവത്തിന് ആവശ്യം. അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു പ്രവചനമല്ല, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന, ഈ വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കുന്ന ഒരു പ്രവചനം ചെയ്യുന്ന വിശ്വാസി സമൂഹത്തെ എംപവർ ചെയ്യുവാനായി ഇനി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിങ്ങളെ എംപവർ ചെയ്യുവാൻ, നിങ്ങൾ ജനങ്ങളിലേക്ക് പോയി എംപവർ ചെയ്യുവാനായി. ഹല്ലേലൂയ. ഫോക്കസ് നിങ്ങളുടെ തിരിയേണ്ട സമയമായി. നിങ്ങളിനി ഒറ്റയ്ക്ക് ജാതികളിലേക്ക്, നിങ്ങൾ അതിൻ്റെ ഗൈഡൻസ് ആണ് ചോദിക്കേണ്ടത്. നെക്സ്റ്റ് ആ ഗ്ലേസിങ് ഐസ്, ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ വിഷയങ്ങളെ കാണാൻ തുടങ്ങുന്നു. അവൻ്റെ ഇഷ്ടം നമ്മളിലേക്ക് വരുന്നു. നമ്മുടെ ടെറിട്ടറി എൻലാർജ് ആകുന്നു. നമ്മൾ ഇതുവരെ പോയ ടെറിട്ടറിക്കല്ല ഇനി ഇറങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇനി പോകാൻ പോകുന്ന ടെറിട്ടറി ജാതികളിലേക്ക് എംപവർ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഈ വർഷത്തിന് മുമ്പ് തന്നെ ആമേൻ സൂമിലൂടെ ആയിരിക്കാം നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ്, ജാതികളുടെ ഇടയിലേക്ക്. സ്തോത്രം. ഫസ്റ്റ് ഇൻവിറ്റേഷൻ ദൈവം തന്നിരിക്കുന്നതാണ്. ആമേൻ. ഇതുവരെ നിങ്ങൾ കേട്ടില്ലല്ലോ, എന്നെ സൂമിൽ എങ്ങും കണ്ടില്ലല്ലോ. ബിക്കോസ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. കറക്റ്റ് കാര്യമേ പറയാൻ ആഗ്രഹിക്കത്തുള്ളൂ. ആമേൻ. ദ ഫസ്റ്റ് മീറ്റിംഗ് ആമേൻ 25 മുതൽ 2 വരെയുള്ള നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫാസ്റ്റിംഗ് പ്രെയറിലെ ഇൻവിറ്റേഷനാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇടയിലേക്ക് ഫിസിക്കലായി ചെല്ലാനാണ്. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നതെന്ന് എനിക്കല്ല. സൂമിലൂടെ ആണെങ്കിലും പോയിരിക്കില്ല. അവരെ എംപവർ ചെയ്ത് ഹിന്ദി മീറ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തോ. സ്തോത്രം. മേ ബി ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിൽ ഒരു സഹോദരി, നോർത്ത് ഇന്ത്യയിൽ ഒറ്റ സഹോദരി എഴുന്നേറ്റാൽ, ആ ഒരു സഹോദരി ശമരിയ സ്ത്രീയാണെങ്കിൽ അവളിലൂടെ ആ ദേശത്തെ കത്തിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ പ്രവചിക്കുകയാണ്. മൈ ഡ്യൂട്ടി, കർത്താവ് എന്ത് പറയുന്നു അത് ക്ലെയിം ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് സ്കാറ്റേഡ് പ്ലേസാണ്. ഇത് ഉണങ്ങിയിരിക്കുന്നതാണ്. ഇത് ഉണങ്ങി മരിച്ചിരിക്കുന്നത്. ഞാൻ ഇത് പറയുന്നത് നിങ്ങളോടും കൂടെയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഇമ്പോസിബിൾ എന്ന് പറയരുത്. നിങ്ങൾ പ്രവചിച്ചു കൊണ്ടേയിരിക്കണം. മേ ബി 60 more years എടുത്തിരിക്കും, 14 years എടുത്തിരിക്കും, 17 years, 30 years, 5 years, 2 days, 1 minute ആയിരിക്കും അതിൻ്റെ അകത്ത്. ചിലപ്പോൾ 1 second ആയിരിക്കും. When you declare, the deliverance will be there. അതുകൊണ്ട് സമയവും നേരവും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അതിൻ്റെ അകത്തൊരു മറുപടി കണ്ടില്ലെങ്കിലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആകരുത്. കാരണം കർത്താവിൻ്റെ സമയത്ത് നടക്കുക. കർത്താവായത് ക്ലെയിം ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ ജോലി ചെയ്യുന്നു മാത്രമേ നിങ്ങൾ പറയാം. പക്ഷേ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം, ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം, ആക്ഷൻ ദൈവമാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. മുഴക്കം കേൾക്കും, ഭൂകമ്പം ഉണ്ടാകും. ഡോണ്ട് ബി സ്റ്റിൽ. ജീവനില്ല അതിൻ്റെ അകത്ത്, മറക്കരുത്. ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ലൈൻ ഇടും, പോസ്റ്റ് ഇടും, അവരോട് സുവിശേഷം പറയും, അവർ ചർച്ചിൽ വന്നെന്നിരിക്കും. നിങ്ങൾ മഹാഘോഷമൊന്നും ഉണ്ടാക്കണ്ട. അവരുടെ അകത്ത് ജീവൻ വന്നിട്ടില്ല. അവർ സ്നാനപ്പെട്ടിരിക്കാം, പക്ഷെ അവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ കൺട്രോൾ ഏറ്റെടുക്കുന്ന സമയം വരെയും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടേയിരിക്കണം അവർക്ക് വേണ്ടിയിട്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നിനക്കൊരു ചെറിയ ഫ്രീഡം അതിനകത്തുണ്ട്. കാരണം ഇനി അത് കൺട്രോൾ ചെയ്തോളൂ.
നിങ്ങൾ ശ്രദ്ധിച്ചോ, 3 പേർക്ക് സ്നാനം കൊടുത്തു. ദാറ്റ് വാസ് ദ ട്രെയിനിങ്. ഒരു മനുഷ്യൻ ആദ്യം, പിന്നീട് ഒരു മകൻ, എൻ്റെ തന്നെ ബ്രദറിൻ്റെ മോൻ 21 വയസ്സ്, പിന്നീട് ദൂരദേശത്ത് നിന്ന് കടന്നു വന്ന ഈ പട്ടണത്തിൽ ഒരു സഹോദരിക്ക്. 3 പേരോട് കർത്താവിനോട് ഞാൻ പറഞ്ഞ അഭിഷേകത്താൽ നിറയ്ക്കണം, അത് നീ ചെയ്യണം, ബാക്കി കാരണം എനിക്ക് ഇവരെ പോയി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. 3 പേരെയും 3 സ്ഥലത്ത് ആക്കി വെച്ചു. അവരൊന്നും ഇവിടെ ഇല്ല, കാരണം അഭിഷേകം പ്രാപിച്ചു. ഇനി അവരെ കർത്താവാണ് നടത്തേണ്ടത്. അവരിനി എത്ര ഊടാടി നടന്നാലും ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് ഫുൾ കൺട്രോൾ. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. എന്നോട് പറഞ്ഞത് മാത്രമേ ചെയ്യാവൂ. ഞാൻ അവരെല്ലാം എൻ്റെ കൂടെ നടത്തി. ഞാൻ സൂചിപ്പിച്ചുകൊണ്ടല്ല, എന്നെ ദൈവം അങ്ങനെയാണ് നടത്തിയത്. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ എങ്ങനെയാണ് പോയെന്ന് എനിക്കെല്ലാം അറിയത്തില്ല. ദാറ്റ് വാസ് എ ട്രെയിനിങ്. കറക്റ്റ് ടൈമിൽ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ 40-ാം ദിവസത്തിൽ 28-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ഇത് തന്നെയല്ലേ, ഇത് മില്ലേനിയത്തെക്കുറിച്ച് പറയുകയാണ്. അന്ന് ദർ ഇസ് നത്തിങ്. ക്രിമിനൽസം ഉണ്ടായിരിക്കത്തില്ല, ആനിമൽ കടിക്കത്തില്ല, രോഗം ഉണ്ടാകത്തില്ല, കുഷ്ഠം ഉണ്ടാകത്തില്ല, ആഭിചാരം ഉണ്ടാകത്തില്ല, സിസ്റ്ററിലൂടെ കുത്തുവരത്തില്ല, ഭർത്താവിൻ്റെ കുത്തുവരത്തില്ല. യു ആർ എ സ്പിരിറ്റ് ബീയിങ്, യു ആർ എ ബ്രൈഡ് ഫോർ ക്രൈസ്റ്റ്. എന്നേക്കുമായി അവനോട് ചേർന്നിരിക്കുമ്പോൾ എനിക്കതാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അതിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നെവർ കംപ്ലൈൻറ്റ്. ആരും നിങ്ങളെ എന്തു പറഞ്ഞാലും നിങ്ങൾ അവരോട് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട. മിണ്ടാതിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ജയം കർത്താവാണ് തരുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജയമില്ലെങ്കിലും, ഇന്നലെ ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു, നീതി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ മിണ്ടാതിരിക്കുക. ഈ ഭൂമിയിലെ നീതി വേണ്ടാന്നേ. ഹല്ലേലൂയ. എന്നും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടായാലും എന്നും നിങ്ങൾ അവിടെ ഒരു മെയ്ഡിനെ പോലെ ആയിരിക്കും. ഇറ്റ് ഈസ് ഓക്കെ. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ പറഞ്ഞ ഒന്നും അവിടെ നടക്കത്തില്ല. ഇറ്റ് ഈസ് ഓക്കെ. കുറച്ച് സമയമെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ബാൽക്കണിയിൽ ഇരുന്നെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ചായ കുടിച്ചുകൊണ്ട് അവൻ്റെ മഹത്വത്തെ ഒന്ന് വർണ്ണിക്കാൻ കിട്ടും. ഇറ്റ് ഈസ് ഇനഫ്. അവസാനം വരെ നീ അങ്ങനെ പോകാമെങ്കിൽ. ഹല്ലേലൂയ. അങ്ങനെയുള്ള എത്ര പേര് തീരുമാനമെടുക്കുന്നു ഈ 2026 കയറുമ്പോൾ, ഞാൻ ഇങ്ങനെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി, ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ ദൗത്യത്തെ ഞാൻ 100% ഒരു സീഡ് താഴെ വീണെങ്കിൽ അതിൽ ജീവൻ വെക്കാൻ പോകുന്നു. വീഴാതെ നിങ്ങൾക്ക് ജീവൻ വയ്ക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ബോൺസായിട്ടിരിക്കാനാണെങ്കിൽ യു കനോട്ട് വാക്ക് വിത്ത് മീ. ഇറ്റ് ഈസ് 100% ഷുവർ. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമെടുത്ത എത്ര പേരുണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് മണികൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്.